ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ പൊതുവെ വിദ്യാലയങ്ങളിൽ പരീക്ഷ ആരംഭിക്കുവാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ പൊതുവെ ഒരു ടെൻഷനൊക്കെ കാണാറുണ്ട്. എന്നാൽ അതിൽ കൂടുതൽ ടെൻഷൻ മാതാപിതാക്കളിലാണ് പലപ്പോഴും കാണുന്നത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് കൂടുതൽ അവർ വ്യാപൃതരാകും. അവരുടെ മറ്റ് രീതിയിലുള്ള എല്ലാ പരിപാടികളും നിർത്തിവെച്ച് പഠിത്തത്തിലേക്ക് മാത്രം അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിക്കും. അത് കുട്ടികളിൽ അസ്വസ്ഥത ഉണ്ടാക്കും. പഠനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കുട്ടികളിൽ വല്ലാത്ത ഒരു ടെൻഷനും ആങ്സൈറ്റിയും ഉണ്ടാകും. ഇത് പഠനത്തെ തന്നെ ഒരു പരിധിവരെ ബാധിക്കും. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പരീക്ഷാ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പരീക്ഷ എഴുതാനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അല്പസമയം ചർച്ച ചെയ്യുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്നത് ആലുവ UC കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. അവരെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പരീക്ഷ അതിൻ്റെ ദിവസങ്ങളൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞു. അതിൻ്റെ ടൈം ടേബിളൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകൾ എന്താ? അതിനെക്കുറിച്ച് അല്പമായിട്ടൊന്ന് പറയുവാൻ സാധിക്കുമെന്ന് പറഞ്ഞാട്ടെ. ഒരു എക്സാം ഇങ്ങോട്ട് വരുന്നു, ഇന്ന ദിവസം ഞങ്ങളുടെ പരീക്ഷ ആരംഭിക്കുകയാണ്. എന്തുവാ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകളൊന്ന് പറയാമോ? യെസ്, പറഞ്ഞു. പലപ്പോഴും ടെൻഷനുകളാണ് ഉണ്ടാകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പരീക്ഷ വരും, എങ്ങനെ പരീക്ഷ എഴുതും, പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരുന്നത്, പഠിച്ചതൊക്കെ വരുമോ, അതുപോലെ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ, മാറി വരുന്ന സിലബസ്, അങ്ങനെ പല ടെൻഷനുകളാണ് ഒരു പരീക്ഷ വരുമ്പോൾ. ഇദ്ദേഹം പറഞ്ഞത് മുഴുവനും ചിന്തിക്കുന്നത് ഇദ്ദേഹത്തെ കുറിച്ചല്ല. ഇദ്ദേഹം ചിന്തിക്കുന്നത് മുഴുവൻ ചോദ്യ പേപ്പർ എങ്ങനെയായിരിക്കും എന്നാണ്. ആ ചോദ്യം ഇടുന്ന ആൾ എങ്ങനെയായിരിക്കും അത് ഇടുന്നത്, ഇത് വാല്യൂ ചെയ്യുന്ന ആൾ എങ്ങനെയാണ് ഇത് വാല്യൂ ചെയ്യുന്നത്. അപ്പൊ ചിന്തിക്കുന്നതെല്ലാം മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അല്ലേ? അപ്പൊ പരീക്ഷ വരുന്ന ഉടനെ ഇദ്ദേഹത്തെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുന്നതിന് പകരം ചിന്തിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം കൂടി എനിക്ക് ആകപ്പാടെ ടെൻഷൻ തരുമെന്നാ, അല്ലേ? അത് മാത്രമല്ല, നമ്മള് പഠിച്ചതൊക്കെ വരുമോ, കാരണം നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഇല്ലാതാകുകയാണ്. കാരണം തന്നെ പരീക്ഷ വരുമ്പോഴാണ് പരീക്ഷ ഞാൻ പഠിച്ചതൊക്കെ വരുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം വേറെ പലതിലോട്ടും മൈൻഡ് ചേഞ്ച് ആയി പോകുന്നതായിട്ട് കാണും. പഠനത്തിലേക്ക് മാറി മറ്റിലേക്ക് മാറി പോകുന്നതായിട്ട് പലപ്പോഴും കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പഠിച്ചതൊക്കെ ഈ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ, അത് വരുമോ, വന്നില്ല എങ്കിൽ ഞാൻ ആകപ്പാടെ കറങ്ങിപ്പോകും, അല്ലേ? അത് നമ്മളിൽ ടെൻഷൻ ഉണ്ടാക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും. അതുപോലെ പരീക്ഷ വരുന്നോണ്ടേ മറ്റേതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ടെൻഷനോ അല്ലാത്ത ഏതെങ്കിലും ഭാവങ്ങളോ ഉണ്ടാക്കുന്നതായിട്ട് യെസ് ഇദ്ദേഹം ഒന്ന് പറഞ്ഞാട്ടെ. ഇപ്പോൾ മുമ്പ് നമ്മൾ പരീക്ഷ ഞാനിപ്പോൾ ഒരു PG വിദ്യാർത്ഥിയാണ്. അപ്പോൾ മുമ്പ് എഴുതിയ പരീക്ഷയുടെ ഒരു ഹാങ് ഓവർ എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ആയിരിക്കും, ഒരു പക്ഷേ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കുമെങ്കിൽ അത് അടുത്ത പരീക്ഷകളിൽ കൂടുതലായിട്ട് നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കും, നമുക്ക് കൂടുതലായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാക്കും. കാരണം മുമ്പ് എനിക്ക് ആദ്യത്തെ ഒരു സെമിസ്റ്ററിൽ കിട്ടിയത് 55% മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അടുത്തത് അതിൽ കൂടുതൽ സ്കോർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്കും എൻ്റെ ഫ്യൂച്ചറിനും അത് തീർച്ചയായിട്ടും എസെൻഷ്യലാണ്. അപ്പോൾ ഞാൻ ഇതുവരെയുള്ള എൻ്റെ പെർഫോമൻസിൽ സംതൃപ്തനല്ല. അപ്പോൾ ഇനിയും അത് മെച്ചപ്പെടുത്തണമല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ വല്ലാത്തൊരു ആങ്സൈറ്റി മനസ്സിൽ ഉണ്ടാകുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞതല്ലേ? ഓക്കെ, യെസ്. പരീക്ഷ പലപ്പോഴും ടെൻഷൻ, പരീക്ഷ ജയിക്കോ തോക്കോന്നല്ല, പലപ്പോഴും തോന്നാറ് വീട്ടുകാർക്ക് വിഷമാവോ, അവർ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടോ, അവർ 90-ഉം 95-ഉം പ്രതീക്ഷിക്കുമായിരിക്കും, നമുക്ക് ഇപ്പോൾ ഒരു 80% മേടിക്കാനുള്ള ഒരു ത്രാണേ ഉണ്ടാവുള്ളൂ. അതാണ് പലപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്നത്. അതായത് പരീക്ഷ വരുമ്പോൾ വീട്ടുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ഈ പരീക്ഷ എഴുതാൻ ഒക്കുവോ, അതിന്റെ റിസൾട്ട് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമോ, ഇല്ല എന്ന് വരികിൽ ഞാൻ ആകപ്പാടെ മോശമായി പോകും, അല്ലേ? പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വീട്ടുകാരെ സംതൃപ്തിപ്പെടുത്താൻ ഒക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കുന്നത്, അല്ലേ? ഓക്കെ, മറ്റേതെങ്കിലും രീതിയിലുള്ള യെസ് പറഞ്ഞാട്ടെ. വീട്ടുകാരെന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഒരു
ടെൻഷൻ ഉണ്ടാക്കുന്നത് സൊസൈറ്റിയും കൂടിയാണ്. കാരണം നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ ഒരു 1-ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന ഒരു കാലഘട്ടം മുതൽ നമ്മുടെ സൊസൈറ്റി ഒരു പഠനവുമായ രീതിയിൽ ഒരു പഠനത്തിൻ്റെ ഭാഗമായി നമ്മളെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു A+ വാങ്ങിക്കുന്ന ആളാണ് മിടുക്കൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പം സമൂഹത്തിന്റെ ഒരു അംഗീകാരം കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വ്യക്തികൾക്കാണ്. ഇപ്പം നമ്മൾ ഒരു റോഡ് സൈഡിൽ കൂടെ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും A+ വാങ്ങിച്ച ആളുകളുടെ ഫ്ലെക്സുകൾ ഇങ്ങനെ വെക്കാം. ചിലപ്പോൾ A+ ഇല്ലാത്ത പല കുട്ടികൾക്കും ചിലപ്പോൾ അതിനേക്കാൾ മറ്റു പല രീതിയിലുള്ള കഴിവുകൾ ഉണ്ടാവും. പക്ഷെ അതിനൊന്നും എടുത്തു കാണിക്കാതെ A+ വാങ്ങിക്കുന്ന ആളാണ് മിടുക്കൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എനിക്കത് വാങ്ങിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അത് ആ രീതിയിൽ കുട്ടികളിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ റൈറ്റ്. അപ്പൊ സമൂഹം നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ഒരു രീതി, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവനെ സമൂഹം അംഗീകരിക്കുന്നു, മാർക്ക് കുറയുന്നവനെ സമൂഹത്തിൽ വിലയില്ലാതായിത്തീരുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ അംഗീകാരം എനിക്ക് കിട്ടാനായിട്ട് സാധിക്കുമോ ഈ പരീക്ഷയിലൂടെ എന്നുള്ള ചിന്ത നമ്മളെ കൂടുതൽ സംഘടനത്തിലേക്ക് വഴി നടത്തും. ഇപ്പോൾ വളരെ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അത് വലിയ പരീക്ഷകളുടെ ഒന്നുമല്ല, സാധാരണ ഒരു 8-ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സാവാതെ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് കടത്തിവിടാൻ വിസമ്മതിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ചെറിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്തൊരു സംഭവം വരെ ഉണ്ടായി. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരു നന്നായിട്ട് പഠിച്ച് നല്ല ജോലി വാങ്ങുന്ന മിടുക്കന്മാരായ ആളുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന അതിനുവേണ്ടിയുള്ള വലിയ ശ്രമത്തിൽ ഇപ്പം ഒരു കുട്ടി പഠിക്കുന്നില്ല എന്ന് വെക്കുക, ചിലപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ ഒന്നുകിൽ കാലിബർ ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ. ഇപ്പം എനിക്കൊക്കെ അറിയാവുന്ന ഒരുപാട് ആളുകൾ പഠിക്കാത്തതിന് കാരണം വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല, ചിലപ്പോൾ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് പണിക്ക് പോവുക, അങ്ങനെയുള്ള അതൊന്നും മനസ്സിലാക്കാതെ അവനെ മാർക്ക് മേടിക്കാൻ നിർബന്ധിപ്പിക്കുക. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു അംഗീകാരം, ആ അംഗീകാരത്തെ നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അംഗീകാരം കിട്ടേണ്ടത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്നു. അത് ആവശ്യമാണ് എന്നാ ഇദ്ദേഹം പറയും. യെസ് എന്തോ ഇപ്പോൾ ആ പഠിക്കുന്ന കുട്ടിയുടെ ചിന്താഗതിയിൽ നിന്ന് ആരും നോക്കുന്നില്ല. ടീച്ചേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ആ കുട്ടി ഒരു എക്സാമിനെങ്ങാൻ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ മെന്റൽ സ്ട്രെസ് കൊണ്ടാകാം, അല്ലെങ്കിൽ ഹെൽത്തിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാകാം, അതൊന്നും നോക്കാതെ അവൾ ഉഴപ്പുന്നുണ്ട്, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഞാൻ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയാം. ഒരു എക്സാമിന് ഭയങ്കര മോഡൽ എക്സാം, +2 മോഡൽ എക്സാം, ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ. +2 മോഡൽ എക്സാമിന് ടീച്ചേഴ്സും പേരൻസും ഒക്കെ നല്ല എക്സ്പെക്ടേഷൻ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അവരുടെ എക്സ്പെക്ടേഷൻ കീപ്പപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിൽ പഠിച്ചിട്ട് തലേ ദിവസം പഠിച്ച് രാത്രി 2 മണി വരെ പഠിച്ചിട്ട് പിറ്റേ ദിവസം എക്സാമിന് ഫുൾ ബ്ലാങ്ക് ഔട്ട് ആയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ പേരൻസിനും ടീച്ചേഴ്സും എക്സ്പെക്ട് ചെയ്യുന്നത്ര ഉയരുന്നുണ്ടോ എന്ന ടെൻഷനിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ സാധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു മാനസിക സംഘടനം, അതിനെ അതിജീവിപ്പാൻ ചിലരെ കൊണ്ട് സാധിച്ചു എന്ന് വരത്തില്ല. അങ്ങനെയുള്ളവർ ആത്മഹത്യയിലേക്കൊക്കെ പോയി എന്ന് വരാം. യെസ് അച്ഛാ, അതുപോലെ തന്നെ മിക്കവാറും പരീക്ഷാ സമയത്ത് ഒരു കുട്ടിയുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യണം, അടുത്തുള്ള അയൽ വീട്ടിലെ കുട്ടിയുമായിട്ട്. അപ്പം നമ്മുടെ പേരൻസ് പറയുകയാണ്, നീ ആ കുട്ടീനെ പോലെ നല്ല മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ അവള് സെയിം സ്കൂളിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പം പറയുകയാണ്, അവൾ നന്നായിട്ട് ഉയരുന്നുണ്ട്, അപ്പം അതിനനുസരിച്ച് ഹൈ സ്കോർ നേടുന്നുണ്ട്, നീയും അതിനനുസരിച്ച് മേടിക്കണം എന്ന് പറയുമ്പം ചില സമയത്ത് നമുക്ക് ആ ഒരു ഇതിലേക്ക് പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ എത്തിപ്പെടും എന്നുള്ളൊരു ചിന്ത, ഇതെല്ലാം നമുക്ക് സ്ട്രെസ്സിന് കാരണം. മറ്റുള്ളവരുമായിട്ട് നമ്മെ താരതമ്യം ചെയ്ത് അതിനനുസരിച്ച് വരണം എന്ന് പേരൻസ് പ്രതീക്ഷിക്കുന്ന സമയത്ത് അതെന്നെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നമ്മളിൽ ഉണ്ടാകുന്നു. അത് നമ്മളിൽ വല്ലാത്ത ഒരു വിഷമഘട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കും. അതുപോലെ തന്നെ ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെ അതേപോലെയുള്ള ഒരു ടെൻഡൻസി സ്കൂളുകളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കും. സ്കൂളുകളിൽ നിന്ന്. അപ്പോൾ ടീച്ചേഴ്സ്, ഇപ്പോൾ എൻ്റെ ഒരു ചെറുപ്പത്തിൽ ഉണ്ടായത് പറയാം. ഞങ്ങൾ 2 ഡിവിഷൻ, ഒരു 4-ാം ക്ലാസ്സിൽ 4 Aയും Bയും ഉണ്ടായിരുന്നു. ഞാൻ ബി ഡിവിഷനിൽ പഠിച്ച ഒരാളാണ്. പക്ഷേ ആ ഒരു ക്ലാസ്, എൻ്റെ ഒരു ക്ലാസ് പിന്നാക്കം നിൽക്കുന്ന ക്ലാസ്സായിരുന്നു. ആ ഒരു നിമിഷത്തിൽ ആ ഒരു ലെവലിൽ നിന്ന് ഒരു ബാക്ക്വേർഡ് ലെവലിൽ നിന്ന് ടീച്ചർ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ് മറ്റേ ക്ലാസ്സിൻ്റെ കൂട്ട് നമുക്ക് വരാൻ കഴിയാത്തത്, എന്താണ് അവർ മിടുക്കന്മാരാവുന്നത്, നമ്മൾ മണ്ടന്മാരാവുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിലുള്ളൊരു മെൻ്റൽ ടോർച്ചറിങ് അത് സ്കൂളുകളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഡിവിഷനിൽ ഞങ്ങൾ മണ്ടന്മാരാണെന്നൊരു പിക്ചർ നമ്മുടെ മനസ്സിൽ കിട്ടി. അപ്പോൾ പിന്നെ നമുക്ക് അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ ഒക്കുമോ എന്നുള്ള സംശയവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും, അല്ലേ? അത്തരത്തിലുള്ള ഒരു ടെൻഡൻസി സ്കൂളുകളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടാകുന്നതും കുട്ടികളിലുള്ള
ഒരു മാനസിക മനോവീര്യത്തെ തളർത്തി കളയുന്ന ഒരു തളർത്തിക്കളയുകയും അത് സംഗതിയാണ്. അത് തന്നെ പരീക്ഷകളിലും മറ്റും തീർച്ചയായും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. യെസ്. 3 വർഷം മുമ്പ് CBSE ബോർഡ് അവരൊരു തീരുമാനം എടുത്തിരുന്നു. ഇതുപോലെ തന്നെ പരീക്ഷയുടെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി 10ാം ക്ലാസ്സിലെ പരീക്ഷ എടുത്ത് കളയുക, ബോർഡ് എക്സാം എന്ന രീതിയിൽ എടുത്ത് കളയുക. അപ്പം അതുപോലെ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ അവരൊരു നല്ല കാര്യം ചെയ്തു. മാർക്കിനോടുള്ള അതേ ഇമ്പോർട്ടൻസ് തന്നെ മ്യൂസിക്കിലും ആർട്സിലും ക്രാഫ്റ്റിലും സ്പോർട്സിലും ഗ്രേഡിങ് കൊടുത്തു. പക്ഷെ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ വീട്ടുകാർ പോലും കുട്ടികളുടെ മ്യൂസിക്കിലും സ്പോർട്സിലുള്ള ഗ്രേഡ് നോക്കുന്നില്ല. പക്ഷെ നോക്കുന്നത് അവർക്ക് മാർക്സ് എത്ര കിട്ടിയെന്നുള്ളതാണ്, പരീക്ഷയിൽ എത്ര മാർക്ക്, ഫിസിക്സിന് എത്ര ഗ്രേഡ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റു മാനേജ്മെന്റുകളും അഡ്മിഷന്റെ സമയത്ത് ഈ ഗ്രേഡ് നോക്കാണ്ട് ഒരു പ്രഷറാണ് നമുക്ക് മുകളിൽ. അതുകൊണ്ട് ആ സിസ്റ്റം മാറ്റി കളഞ്ഞോ? ഇല്ല, ആ സിസ്റ്റം തന്നെ CBSE തുറന്നുണ്ട്. പക്ഷെ അതിന്റെ ഫലം കിട്ടിയില്ല. അത്ര അംഗീകാരം യോഗ്യമല്ല ആ സിസ്റ്റം എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഇടയിൽ പ്രത്യേകിച്ച്. മാതാപിതാക്കളും മറ്റു സ്കൂളുകളും ഒന്നും അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. അതോടൊപ്പം തന്നെ ഇപ്പൊ ഞങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ്, ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് സെമസ്റ്റർ സിസ്റ്റം ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസം മിനിമം ക്ലാസ്, അതിനുശേഷം എക്സാം, ആ രീതിയിലാണ് ഫോളോ ചെയ്ത് പോകാറ്. ഇപ്പം ക്യാമ്പസാണ്, ക്യാമ്പസിൽ മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും, എന്നാൽ സ്വാഭാവികമായിട്ടും അതിന് പങ്കെടുക്കേണ്ടതുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാമിൽ ഞങ്ങളല്ലാതെ വേറെ ആരും പങ്കെടുക്കില്ല. അപ്പോൾ പ്രധാനമായിട്ടും കണ്ടുവരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം കഴിഞ്ഞു, എക്സാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഒരു ക്ഷീണം മാറി വന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പഠനത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അടുത്ത എക്സാം വരികയാണ്. അപ്പൊ തന്നെ ആ ഒരു ഗ്യാപ്പ്, ഒരു മനസ്സുകൊണ്ട് സാവകാശം കിട്ടുന്നില്ല, അതിനൊരു ഒരുങ്ങാനൊരു സമയം കിട്ടുന്നില്ല മനസ്സുകൊണ്ട് തന്നെ. ഇപ്പൊ മുൻപത്തെ സിസ്റ്റംസ് ഒക്കെ ആണെങ്കിൽ ഒരു വർഷത്തിൽ ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടുള്ളതാണ്, അവർക്ക് ആദ്യത്തെ ഒരു കുറെ നാള് ആ ഒരു ഇതിൽ നിന്നിട്ട് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് ക്യാമ്പസ് തന്നെ എൻജോയ് ചെയ്തിട്ട് അവസാന സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ പോലും അവർക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു ഞങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഈ സിസ്റ്റംസ് വിദ്യാർത്ഥികളെ കൂടുതൽ, ഇപ്പോഴത്തെ ഈ ചില സിസ്റ്റങ്ങള് ഞങ്ങളെ കൂടുതൽ തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥിയെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കാണാതെ അവൻ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു യന്ത്രം, ഒരു മെറ്റീരിയൽ ആയിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം. അങ്ങനെ കാണാതെ തീർച്ചയായിട്ടും അവനും ഒരു മനുഷ്യനാണ്. അവന് ഈ സിസ്റ്റം ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമാണ് പറയുന്നത്. പ്രിയ സുഹൃത്ത് പറഞ്ഞതിനോട് തന്നെ ഞാൻ യോജിക്കുന്നു. കാരണമെന്ന് പറഞ്ഞാൽ 90 ദിവസം ക്ലാസ് ഉള്ള സമയത്ത് ഇപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ കിട്ടുന്നത് ചിലപ്പോൾ 60 ദിവസമോ 40 ദിവസമോ 50 ദിവസങ്ങളെ കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് കറക്റ്റ് സമയത്ത് പോർഷൻസ് തീരുന്നില്ല. പോർഷൻസ് തീരാതെ വരുമ്പോൾ 5 മണിക്കൂർ വരെ ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് എത്രമാത്രം മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ആ പഠിക്കുന്ന കുട്ടിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പല അധ്യാപകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുമാത്രമല്ല, ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ അളക്കുന്നതായിട്ട് കാണുന്നു. ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയുടെ എല്ലാവിധ ഡെവലപ്മെൻറ്റിനു വേണ്ടിയാണ് നടക്കുന്നത്. പക്ഷേ ഇന്ന് പലപ്പോഴും ഒരു എഴുത്തു പരീക്ഷകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവൻ ആദ്യത്തെ എക്സാമിന്, ആദ്യത്തെ ഇൻറ്റേർണലിന് 40-ൽ 40 മാർക്ക് മേടിച്ചിട്ട് രണ്ടാമത്തെ ഇന്റേണലിന് തോറ്റു കഴിഞ്ഞാൽ ആ പ്രശ്നം വരുന്നില്ല. പക്ഷേ ആദ്യത്തെ ഇന്റേണലിന് 40-ൽ ഒരു 0 മാർക്ക് മേടിച്ചിട്ട് അവൻ കൊള്ളില്ല എന്ന പേര് ആദ്യമേ തന്നെ മുദ്ര കുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ട്, ഞാൻ ആദ്യത്തെ എക്സാമിന് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നെ എങ്ങനെ കരുതും, മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കും എന്ന പല ചിന്തകൾ പലപ്പോഴും മനുഷ്യനെ, അല്ലെങ്കിൽ പലപ്പോഴും വിദ്യാർത്ഥികളെ പലപ്പോഴും താന്നു പോകാനായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഈ പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ പല കാരണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ടെൻഷനും ആങ്സൈറ്റിയും സ്ട്രെസ്സും വളർത്തുവാൻ മുഖാന്തരമായി തീരുമെന്നാണ്. ഞങ്ങൾ പഠിച്ചതൊക്കെ പരീക്ഷയ്ക്ക് വരുമോ, അഥവാ വന്നാൽ തന്നെ ഇത് ഓർത്ത് എഴുതാനായിട്ട് സാധിക്കുമോ, ഇങ്ങനെ എഴുതിയാൽ തന്നെ ഇത് വാല്യൂ ചെയ്യുന്നവരെ ന്യായമായ രീതിയിൽ ഇത് വാല്യൂ ചെയ്യുമോ? മറ്റു ചില ആളുകൾ പറഞ്ഞു, ഈ സമയത്ത് ഞങ്ങളുടെ മാതാപിതാക്കളുടെ ന്യായമല്ലാത്ത ചില പ്രതീക്ഷകൾ, ഞങ്ങളുടെ അധ്യാപകരുടെ ചില പ്രതീക്ഷകൾ, ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനുള്ള ശ്രമത്തിനിടയിൽ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകും, ആങ്സൈറ്റി ഉണ്ടാകും, പഠനത്തിന് ആവശ്യമായ ഫലം കിട്ടുകയില്ല. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചില മുഖ്യമായിട്ടും നിങ്ങളുടെ പഠനവും ബന്ധങ്ങളും തമ്മിലുള്ള ചില കാര്യങ്ങൾ, ആ ബന്ധങ്ങൾ നിങ്ങളുടെ പഠനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ഇത് പഠിച്ചതൊക്കെ എങ്ങനെ എഴുതി വെക്കാൻ ഒക്കും, ഇല്ലെങ്കിൽ സമൂഹത്തിലുള്ള വില എന്താണ്? അപ്പോൾ സൊസൈറ്റിയുടെ ഒരു ഘടനയെക്കുറിച്ചും സമൂഹത്തിൻ്റെ ഒരു പ്രതീക്ഷയെക്കുറിച്ചും ഇപ്പോഴത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളിൽ ടെൻഷൻ ഉണ്ടാക്കുവാനായിട്ട് മുഖാന്തരമായി തീരുന്ന കാരണങ്ങളാണ്.
ഏതായാലും ഇപ്പോൾ പരീക്ഷ ഇങ്ങ് അടുത്ത് വരികയാ. നിങ്ങൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ശരിയാ. എന്നാൽ ഈ പരീക്ഷയെ നമുക്ക് ടെൻഷൻ കൂടാതെ, ഭയം കൂടാതെ എങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും? അതാണല്ലോ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രധാന ചിന്താ വിഷയം. ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം മാറണം, അതേ മാറിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ ഇതനുസരിച്ചാണല്ലോ നമ്മൾ പരീക്ഷ എഴുതുന്നത്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ എനിക്ക് പരീക്ഷ എഴുതാൻ ഒക്കും? ഞാൻ പഠിച്ചത് എങ്ങനെ ഓർക്കാനായിട്ട് സാധിക്കും? എങ്ങനെ എഴുതാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് കൂടുതലായിട്ട് ചിന്തിച്ച് നോക്കാം, അല്ലേ? അദ്ദേഹം ആദ്യമേ ഒരു കാര്യം സൂചിപ്പിച്ചു. ഈ പോർഷൻസ് എല്ലാം എനിക്ക് പഠിച്ചങ്ങോട്ട് തീർക്കാൻ ഒക്കുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ. ഈ അവസാന സമയം വരുമ്പോഴത്തേക്ക് ആദ്യമേ തൊട്ടേ പഠിക്കാതിരിക്കുന്നവർക്ക് ഈ ഒരു ആങ്സൈറ്റി ഉണ്ടാകും. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക്. അതിനു മുമ്പ് ഇതെല്ലാം കൂടെ പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കുമോ? ചിന്തിച്ചു നോക്കിയാൽ സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യാം? അതായത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഇയർ പരീക്ഷ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വിധം ടഫായിരുന്നു. കാര്യം ജയിക്കും, എന്നാലും നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, അടുത്ത എക്സാമിന് തുടക്കം മുതൽ ആദ്യത്തെ ദിവസം മുതൽ പഠിക്കണം എന്നുള്ള ചിന്തയുണ്ട്. പക്ഷേ നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം നന്നായിട്ട് പഠിക്കും. പിന്നെ നമ്മൾ ആ ലെവൽ വിട്ടിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. ലാസ്റ്റ് എക്സാമിൻ്റെ തലേന്നാണ് പിന്നെ പുസ്തകം എടുക്കണത്. അതാണ് അച്ഛൻ അത് നമ്മുടെ ഒരു രീതിയായിട്ട് മാറിയിരിക്കുകയാണ്. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പിന്നാട്ടെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മാറ്റിവെക്കും. അവസാനം വരുമ്പോൾ ഒട്ട് പഠിക്കാനും ഒക്കത്തില്ല. അത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമുക്ക് എന്നാ ചെയ്യാം? ഇപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ച നിങ്ങളുടെ പരീക്ഷയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പോർഷൻ എല്ലാം പഠിച്ച് തീർക്കാൻ ഒക്കുന്നില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? ഇമ്പോർട്ടൻസ് പോയിന്റ്സ് മാത്രം നമ്മൾ നോട്ട് ഔട്ട് ചെയ്തിട്ട് അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്കറിയാമല്ലോ. വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചുള്ള കേട്ടറിവ് വെച്ചില്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതിനെപ്പറ്റി പോയിന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ നല്ലൊരു മാർഗമാണ്. എല്ലാം എനിക്ക് ഇനിയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന ഭാഗങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അത്രയും ഭാഗങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ ഒന്ന് ഓടിച്ചു വായിക്കാൻ സമയമുണ്ടെങ്കിൽ വായിക്കുക. അപ്പോൾ ഈ പ്രധാന ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് ഈ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് പഠിക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് തന്നെ ഒരു 50% മാർക്സെങ്കിലും നിങ്ങൾക്ക് കിട്ടും സാധാരണഗതിയിൽ. പിന്നൊന്ന് ഓടിച്ചു വായിക്കുക ബാക്കി ഭാഗങ്ങൾ. ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എങ്ങനെയായാലും ചിലപ്പോൾ ഒരു 10% കിട്ടിയെന്ന് വരാം. ഇതെല്ലാം തീർക്കാൻ ഒക്കുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇനിയും ക്രിയാത്മകമായിട്ട് എനിക്കിതിനെ എങ്ങനെ നേരിടാം, അപ്പോൾ പ്രധാന പോർഷൻസൊക്കെ ഞാൻ ഇനി സെലക്ട് ചെയ്യും. അത് തറവായിട്ട് പഠിക്കും. അതോടൊപ്പം തന്നെ ടെൻഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്പാണ്. പക്ഷേ മറ്റുള്ളവർക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. സാധാരണ ഇപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിൽ, അതായത് ഇത്രയും നാൾ പഠിക്കാൻ പറ്റിയില്ല, ഇനിയും പഠിക്കണമെന്ന് വരുമ്പം കുട്ടികൾ കൂടുതലും പഠിത്തം മാത്രമായിട്ട് ഒതുങ്ങിപ്പോവും. രാവിലെ എഴുന്നേക്കുന്നു, വെളുപ്പിന് 2 മണിക്ക് എഴുന്നേക്കുന്നു, പഠിക്കുന്നു, കഴിക്കാൻ വേണ്ടി മാത്രം എഴുന്നേക്കുന്നു, ഒരു നേരം മാത്രമായിട്ട് ഭക്ഷണം ഒതുക്കുന്നു, പിന്നെ 1 മണിക്ക് കിടക്കുന്നു, 1 മണിക്കൂർ മാത്രം ഉറങ്ങുന്നു, ആ രീതിയിലേക്ക് പോകും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പല സാഹചര്യത്തിൽ. ഇതുപോലെ ഞാനും അവസാന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് പഠനത്തോടൊപ്പം തന്നെ മറ്റ് ആക്ടിവിറ്റീസ്. ഞാൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ ചില സമയത്ത് എനിക്ക് പഠിച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ കയറും. അതുപോലെ പള്ളിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ അതിന് പോകും. അങ്ങനെ മറ്റ് ആക്ടിവിറ്റീസിനൂടെ ഞാൻ സമയം കൊടുക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന മെത്തേഡ് പഠിത്തത്തിൽ മാത്രം നമ്മളെ ലിമിറ്റ് ചെയ്യാതെ മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഒരു റിലാക്സ്ഡ് ആകണമെന്നുള്ളതാണ്. എല്ലാരെ കൊണ്ടും അത് ഒരുപോലെ സാധിച്ചു എന്ന് വരത്തില്ല. ഇദ്ദേഹം പറയുന്ന മെത്തേഡ് നല്ലതാ, എല്ലാരെ കൊണ്ട് സാധിച്ചു എന്ന് വരത്തില്ല. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയുടെ തലേ ദിവസം ഉറങ്ങാതെ ഇരുന്ന് ആരും പഠിക്കരുത്. നിങ്ങൾക്ക് ആവശ്യമായ ഉറക്കം ലഭിച്ചിരിക്കണം. 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം. പരീക്ഷാ ദിവസം അടുത്തു വരുമ്പോൾ ഉറക്കളയ്ക്കുന്ന രീതി മാറ്റണം. 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാറ്ററി റീചാർജ് ചെയ്യത്തുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ തലച്ചോറ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് പരീക്ഷ വരുമ്പോൾ ഉറക്കം ആവശ്യമാണ്. അത് ന്യായമായ രീതിയിൽ ഉറങ്ങണം. ഉറക്കളിച്ചിരുന്ന് അധികം പഠിക്കരുത്. രണ്ടാമത്തെ സംഗതി,
നിങ്ങളുടെ ആങ്സൈറ്റി എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കണം. റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഇദ്ദേഹം ആദ്യമേ പറഞ്ഞു എല്ലാം പഠിച്ചേച്ചു പോവും, ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നും ഓർക്കത്തില്ല. അത് പഠിക്കാത്തത് കൊണ്ടല്ല ഓർക്കാത്തത്. ഓർമ്മയിൽ വരാത്തത് എന്താണെന്നറിയാവോ? ഇത് വരുമോ വന്നാൽ എഴുതാൻ ഒക്കുമോ, ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ ഈ ടെൻഷൻ അങ്ങ് കൂട്ടും. ടെൻഷൻ കൂടിക്കഴിയുമ്പോൾ അത് ആങ്സൈറ്റി ആകും. ആങ്സൈറ്റി കൂടിയിട്ട് അത് സ്ട്രെസ് ആകും. സ്ട്രെസ് ആയാൽ ആദ്യമേ ബാധിക്കുന്ന നിങ്ങളുടെ തലച്ചോറിനെയാണ്. ഇത് തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ തലച്ചോറിന് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പഠിച്ചത് ഓർത്തെടുക്കാനായിട്ട് ഒക്കത്തില്ല. പഠിക്കാത്തതല്ല കുഴപ്പം, പിന്നെയോ നിങ്ങൾ സ്ട്രെസ് വളർത്തി ഈ ഓർമ്മയെ അവിടെ തടഞ്ഞു. അതാണ് കുഴപ്പം. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയണം, ഞാൻ പഠിക്കാനുള്ളത് പഠിച്ചു, ഇനി ഓർക്കുന്നത് എഴുതും, അത് മതി. അച്ഛോ, ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്ന ടെൻഡൻസിയാണ് എക്സാമിന് എല്ലാം പഠിച്ചു വെക്കും, പിന്നെ തലേ ദിവസം ആകുമ്പോൾ ഫോൺ എടുത്തൊരു വിളിയാ ഫ്രണ്ട്സിന്റെ അടുത്ത്, നീ അത് പഠിച്ചോ, ഞാനിത് പഠിച്ചു. അപ്പൊ ആ കുട്ടിക്ക് ടെൻഷനാണ്, നമുക്ക് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ പഠിക്കാനുള്ളത് പഠിക്കുക, മറ്റുള്ളവരെന്ത് പഠിച്ചു എന്നുള്ളത് കേട്ടിട്ട് നിങ്ങളെ തന്നെ അസ്വസ്ഥപ്പെടുത്തരുത്. അയ്യോ, എന്നേക്കാൾ കൂടുതൽ അവൾ പഠിച്ചല്ലോ, എന്നേക്കാൾ കൂടുതൽ പോർഷൻ കവർ ചെയ്തല്ലോ, ഇതോർക്കുമ്പോൾ നിങ്ങൾക്ക് ആങ്സൈറ്റി കൂടും. ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾ പഠിക്കാനുള്ളത് പഠിക്കുക. കൂട്ടുകാരെന്നോ പഠിച്ചെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട. അവർ ഇന്നതാടി ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞു തരും, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്നത് നിങ്ങൾ പഠിക്കുക, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. മറ്റുള്ളവരെങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഈ സമയത്ത് നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ പഠനമാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് അങ്ങോട്ട് കയറി കഴിയുമ്പോഴായിരിക്കും ഒരു കൂട്ടുകാരി പറയുന്നത്, എടി അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചോ, പെട്ടെന്ന് പഠിച്ചോളാൻ പറയുന്നത്. ഒരിക്കലും അത് കേൾക്കരുത്. അതുവരെ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഓടിച്ച് ഇതെല്ലാം കൂടെ പരവേശം പിടിച്ച് നോക്കിയിട്ട് കയറരുത്. അതിന് മുമ്പ് തന്നെ നിർത്തണം. നിർത്തി കഴിഞ്ഞതിന് ശേഷം നിവൃത്തിയുണ്ടെന്ന് വരികിൽ നിങ്ങളെ തന്നെ സ്വസ്ഥമാക്കണം. ആക്കിയിട്ട് പരീക്ഷാ ഹാളിൽ പോയിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതണം. നിങ്ങൾ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ആ ചോദ്യപേപ്പർ മുഴുവനും വായിച്ചതിന് ശേഷമേ പരീക്ഷ എഴുതി തുടങ്ങാവൂ. അതിലേറ്റവും ഈസി ആയിട്ടുള്ളത് വേണം ആദ്യം എഴുതാനായിട്ട്. ഈസി ആയിട്ടുള്ളത് എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാകും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഓർമ്മയിൽ വരും, എഴുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെ റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നുള്ളതാണ്. ആരും പറയുന്നത് കേട്ട് നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കരുത്. നിങ്ങൾ റിലാക്സ് ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് പോകുക. അവിടെ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളിൽ വളർത്തിക്കൊണ്ട് പോകണം. അങ്ങനെ ഒരു കോൺഫിഡൻസ് വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചതൊക്കെ ഓർക്കാൻ സാധിക്കും, നന്നായിട്ട് എഴുതാനും സാധിക്കും. അതോടൊപ്പം ഒരു ടിപ്പ് ഷെയർ ചെയ്യാനുണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ അല്ല, ലാസ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചില്ലാതെ വരുവാണെങ്കിൽ സാധാരണ ഞാൻ ചെയ്യുന്നത്, വീട്ടിൽ കണ്ണാടി ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഷേവിംഗ് മിറർ ആണെങ്കിൽ പോലും അതിന് ഫ്രണ്ട് നിൽക്കുക. നമ്മൾ അധ്യാപകനാണ്, നമ്മളെ ലെക്ചർ ചെയ്യുകയാണ്. വിദ്യാർത്ഥികളുടെ മുമ്പിൽ നമ്മളെ ലെക്ചർ ചെയ്യുന്ന പോലെ നിന്ന് നമ്മൾ ലെക്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നമ്മൾ അവരെ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്ന് പഠിക്കാമെങ്കിൽ റൂം അടച്ചിടുക. അതായത് നമ്മൾ പഠിച്ചത് വേറെ ഒരാളെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ ഇനാക്ട് ചെയ്യണം. അങ്ങനെ പഠിപ്പിക്കുന്നതായിട്ട് ഇനാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതൽ തറവാകും. അത് നല്ല മെത്തേഡാ. അതോടൊപ്പം തന്നെ വേറൊരു മെത്തേഡ്, ഒരു രീതി എന്ന് പറഞ്ഞാൽ റിലീഫ് ആവാൻ, ടെൻഷനിൽ നിന്ന് റിലീവ് ആവാൻ. ഞാൻ ഹോസ്റ്റലിയർ ആയതുകൊണ്ട് എനിക്ക് പ്രാക്ടിക്കലോ എല്ലാവർക്കും എത്രത്തോളം ആവും അറിയില്ല. എല്ലാവരും എക്സാം എഴുതുമ്പോൾ 9:30 എക്സാം. പക്ഷേ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:30 ആകുന്നതിന് ഹോളിൽ കയറുന്നതിന് കൃത്യം 5 മിനിറ്റ് മുമ്പ് മാത്രമേ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. കാരണം അത്രയും നേരം ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നീ അത് ഇവർ പറഞ്ഞ പോലെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ അത് പഠിച്ചു ഇത് പഠിച്ചു എന്ന് വരും. അത്രയും നേരം ഒറ്റയ്ക്ക് ഇരിക്കാമോ, അത്രയും നേരം ഒറ്റയ്ക്ക് ഇരുന്ന് നേരിട്ട് പോയി എക്സാം ഹാളിൽ ചെന്നിരുന്ന് എക്സാം എഴുതാമെങ്കിൽ നമ്മൾ പഠിച്ചത് കുറച്ചുകൂടെ എനിക്ക് സ്വതന്ത്രമായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യാതൊരു മാധ്യമങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുവാൻ ഇടയാകരുത്. നിങ്ങളുടെ മൊബൈൽ ഫോണ്, നിങ്ങളുടെ നെറ്റ്, TV ഇങ്ങനെയുള്ള വസ്തുതകളൊന്നും കൂടുതലായിട്ട് നിങ്ങളെ ഇൻ്റർഫിയർ ചെയ്യുവാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. അത് നിങ്ങളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മെത്തേഡ് പോലെ ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു, ഞാൻ പോയി പരീക്ഷ എഴുതും. ആ ഒരു കോൺഫിഡൻസോട് കൂടി പോകുക. ഓർക്കുന്നത് എഴുതും, അത് മതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അവിടെ റിലാക്സ് ചെയ്തു, സ്വസ്ഥമായി.
ഞാൻ മാത്രമല്ല, എന്നെ സഹായിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഈ ഉറപ്പും ധൈര്യവും നിങ്ങൾക്ക് വരുമ്പോൾ മാനസികമായൊരു ബലം നിങ്ങൾക്ക് കിട്ടും. ദൈവകൃപ അനുഭവിപ്പാനും സാധിക്കും. അത് നിങ്ങളെ കൂടുതൽ എനർജൈസ് ചെയ്യുന്ന ഒരു സംഗതി അത്രേ. അതുകൊണ്ട് നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ പോയി നിങ്ങളുടെ പരീക്ഷ എഴുതുക. ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതി വെളിയിൽ വരിക. ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതം തുടരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ബി പോസിറ്റീവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ പരീക്ഷ എഴുതുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ഒരു പരിധി വരെയെങ്കിലും സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. ബി പോസിറ്റീവ്.